ഹായ് ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ ഷാബിൻ ഷംസുദ്ദീൻ ആൻഡ് വെൽക്കം ടു മല്ലൂഡോൺ ട്രാവലർ. ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ പോകുന്നതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു സ്ഥലം അവർക്ക് അതിൻ്റെ ഏരിയൽ വ്യൂസൊക്കെ കാണണമെന്ന്. അപ്പം കോവിഡിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് തൽക്കാലത്തേക്ക് അവിടെ തുറന്നിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഇടുക്കി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കുട്ടിക്കാനത്തുനിന്ന് വളരെ അടുത്തുള്ളൊരു സ്ഥലമാണിത്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ നമ്മുടെ ചെക്കന്മാരോടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പരുന്തുംപാറയുടെ വിശേഷങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ പരുന്തുംപാറ എത്താനുള്ള വഴി ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഗൂഗിൾ മാപ്പിലൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. നമ്മളിപ്പോൾ ഈ പോകുന്നത് കൊല്ലം തേനി ഹൈവേ ആണ്, അല്ലെങ്കിൽ കോട്ടയം കുമളി റോഡെന്നാണ് ഈ റോഡിന് പറയുന്ന പേര്. ഓക്കെ, ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. റൈറ്റ് ഒരു 7 കിലോമീറ്ററാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കല്ലാർ ജംഗ്ഷൻ എന്നാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് നമ്മൾ റൈറ്റ് എടുത്ത് നേരെ പോവുക. 7 കിലോമീറ്റർ പോകുമ്പോൾ പരുന്തുംപാറ വ്യൂ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് കൊച്ചിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഏകദേശം 135ഓളം കിലോമീറ്ററാണ് ഇവിടെ എത്താനായിട്ട് സഞ്ചരിക്കേണ്ടത്. പിന്നെ ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഒരു 180 കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടി വരും ഇവിടെ എത്താനായിട്ട്. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടായ തേക്കടി ഇവിടുന്ന് ഒരു 20-22 കിലോമീറ്റർ ചുറ്റളവിലാണ് ഉള്ളത്. അപ്പോൾ വളരെ അടുത്താണ് തേക്കടി പോകാനായിട്ട്. നമ്മളങ്ങനെ 7 കിലോമീറ്റർ കയറി പരുന്തുംപാറ എത്തിയേക്കുവാണ്. മഞ്ഞൊക്കെ മൂടി നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് ആ വ്യൂ പോയിന്റിലോട്ട് പോകാനായിട്ട്. പിന്നെ ഈ പരുന്തുംപാറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആവും. വെയിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് മഞ്ഞ് കയറി വരും. അങ്ങനെ ബൈക്കൊക്കെ സൈഡിൽ പാർക്ക് ചെയ്ത് നൈസായിട്ട് നടക്കുകയാണ് ഞങ്ങൾ. ഈ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് 2 സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും, കുറേ കടകളുണ്ട്. എല്ലാം അടച്ചിട്ടേക്കുവാണ് കോവിഡ് ആയതുകൊണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പരുന്തുംപാറ വരുന്നത് 2 ടൈപ്പ് ആൾക്കാരാണ്. ഒന്ന് ചെറിയൊരു ട്രെക്കിംഗ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നീട് വരുന്നത് ഫാമിലി ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ആൾക്കാരുമാണ്. ട്രെക്കിംഗ് എന്ന് പറയുമ്പം ആ കാണുന്ന മല, ആ ഒരു പോയിന്റിൽ നമുക്ക് എത്തണം നടന്ന്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. അവിടെ നിന്ന് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് നടക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഇപ്പോൾ ഈ പരുന്തുംപാറയെ പറ്റി പറയുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1200 മീറ്ററോളം ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ നടന്നു വരുന്ന വഴിക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള സച്ചിൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് താഴോട്ട് നോക്കി. മഞ്ഞായതുകൊണ്ട് ഫ്രണ്ടിൽ അധികം വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന് ഓർത്ത് പോയതാണ് ആൾ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് പെട്ടെന്ന് ഞെട്ടി തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ഇപ്പം മഞ്ഞ് കയറി കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡീപ്പായിട്ടുള്ള വ്യൂ കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ മഞ്ഞ് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു കാര്യം, ഈ സ്ഥലത്തിന് പരുന്തുംപാറ എന്ന് പേര് വരാൻ വേണ്ടി ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. അതായത് ഇതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പരുന്ത് കാണുന്ന പോലെ തന്നെ ലോങ് വിഷനിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു വ്യൂ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനൊരു പേര് വന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ക്ലൈമറ്റ് പെട്ടെന്ന് മാറുമെന്ന്. ഇപ്പം മഞ്ഞൊക്കെ മാറിയിട്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ വ്യൂ അതിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇനി. പിന്നെ ഈ ഇറങ്ങുന്ന വഴി കുറച്ച് റിസ്ക് ആണ്. ഇരുന്നൊക്കെയാണ് ആൾക്കാർ ഇറങ്ങുന്നത്. അപ്പം വരുന്നവരുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കുക. അങ്ങനെ നടന്ന് നമ്മൾ അതിൻ്റെ പീക്കിലെത്തി. വലിയ ക്ഷീണമൊന്നുമില്ല, ചെറിയ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ടൈം ഇരുന്ന് സ്പെൻഡ് ചെയ്യുക. നിങ്ങളതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യുക.
പരുന്തുംപാറയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.